എല്ലാവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ട്രംപ് യുദ്ധം അവസാനിപ്പിക്കുകയാണ്. അമേരിക്കയാണെന്ന പേടി പോലും ഇല്ലാതെ തിരിച്ചടിക്കുന്നവന്മാരുമായി ആരെങ്കിലും യുദ്ധം ചെയ്യുമോ എന്ന് മാത്രമേ ട്രംപിന് യുദ്ധത്തെക്കുറിച്ച് പരാതി പറയാനുള്ളൂ. പിന്മാറാൻ എത്ര അവസരം ഇറാന് നൽകിയതാണ്, പക്ഷേ അവർ കേട്ടില്ല. ഇറാന്റെ ആണവ നിലയവും വൈദ്യുത കേന്ദ്രവും എല്ലാം ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. എന്നിട്ടും ഇറാൻ ഭയക്കാത്തത് അതിൻ്റെ ഭവിഷ്യത്ത് അറിയാനുള്ള ബുദ്ധി അവർക്കില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ യുദ്ധം ജയിച്ചു പിന്മാറുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. തൽക്കാലം 5 ദിവസത്തേക്കാണ് യുദ്ധത്തിന് അവധിയെങ്കിലും പെസഹ, ഈസ്റ്റർ, ഹജ്ജ് പെരുന്നാൾ ഇവയെല്ലാം പ്രമാണിച്ച് അവധി നീളുന്നതാണ് എന്നും അറിയിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, റഷ്യയുടെ വാക്കുകൾക്ക് ഞങ്ങൾ വില കൽപ്പിക്കുന്നു എന്നാണ് ട്രംപിന് പറയാനുള്ളത്. റഷ്യൻ പ്രതിരോധ മന്ത്രിയായ ആൻഡ്രി ബെലസോവ് പറയുന്നത്, അമേരിക്കയ്ക്കില്ലാത്ത ഒരു ആക്രമണ മിസൈൽ സംവിധാനം ഇറാന്റെ കൈവശമുണ്ട്. ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത അത്യന്താധുനിക മിസൈലുകളുണ്ട്. ഇസ്രയേലിനെ മാത്രമല്ല മുഴുവൻ മിഡിൽ ഈസ്റ്റിനെയും നശിപ്പിക്കാൻ കഴിവില്ല മിസൈലുകളുടെ ഒരു ശേഖരം ഇറാനിലുണ്ട്. അതുകൊണ്ട് യുദ്ധം ഉടൻ നിർത്തി ഇറാനെതിരായ സൈനിക നടപടിയുടെ പരാജയം പ്രഖ്യാപിക്കാൻ ഞങ്ങൾ അമേരിക്കയോടും ഇസ്രയേലിനോടും ആവശ്യപ്പെടുന്നു. അതല്ലെങ്കിൽ നഷ്ടവും നാശങ്ങളും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിരിക്കും എന്നാണ്. റഷ്യയിൽ നിന്നുള്ള ഈ കടുത്ത മുന്നറിയിപ്പ് ഇപ്പോൾ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. ഇറാൻ ലോകത്തിലെ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈൽ ആഴ്സണലുള്ള ഒരു രാജ്യമാണെന്ന വാദം ഇന്ന് ലോകത്ത് വളരെ ശക്തമാണ്. അവർ ഇതുവരെ പ്രദർശിപ്പിച്ച ഫത്ത, സജ്ജിൽ, ഷഹാബ് 3 എന്നീ മിസൈലുകളെ വെല്ലാൻ കഴിവുള്ള മറ്റൊരു മിസൈലുകളും ആർക്കും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഏതുതരം മിസൈലുകളാണ് അവർ പുറത്തിറക്കുന്നത് എന്ന ആശങ്ക ഇസ്രയേലിനും മിഡിൽ ഈസ്റ്റിനും മുഴുവനായി ഉണ്ട് എന്നോർക്കണം. തന്നെയുമല്ല, ഇറാൻ സൈനികമായി മുന്നേറുന്നതും കാണാനാവും. 2 പടുകൂറ്റൻ അമേരിക്കൻ യുദ്ധക്കപ്പലുകളെയാണ് 20 ദിവസത്തിനുള്ളിൽ ഈ മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ തകർത്തിട്ടുള്ളത്. ഈ 2 കപ്പലുകളും കാര്യമായ തകരാറുമായി ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് വിട്ടിട്ടുണ്ട്. അത് കുറച്ച് ദിവസങ്ങളായി. ഇപ്പോൾ ഈ കപ്പലൊന്നും ഇവിടെയില്ല. ആദ്യം വലിയ കൊമ്പ് കുലുക്കി വലിയ കൊമ്പൻ വരുന്നു എന്നുള്ള പബ്ലിസിറ്റിയൊക്കെ ആയിട്ടാണ് കപ്പലുകളെ മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക എത്തിച്ചത്. ഇത് രണ്ടിനും ഒന്നും ചെയ്യാൻ കഴിയാതെ തിരിച്ചു പോവുകയാണ് സാധിച്ചിട്ടുള്ളത്. അതുകൂടാതെ അമേരിക്കയുടെ ഏറ്റവും വലിയ പേര് കേട്ട B-2 ബോംബറിൽ ഒരെണ്ണം ഇറാൻ തകർത്തിട്ടുണ്ട്. ഇതൊക്കെ വലിയ വിലയുള്ളതാണ് കേട്ടോ. ഇന്നലെ 2 വിമാനങ്ങൾ, അതുകൂടാതെ ഇതിനു മുമ്പുള്ള ദിവസങ്ങളിൽ 10 MQ-9 ഉൾപ്പെടെ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും 2 ഡസനിലധികം വിമാനങ്ങൾ ഇറാൻ തകർത്തതായി റിപ്പോർട്ടുകൾ വന്നത് ഇറാനിയൻ മിസൈലുകളെയും ഡ്രോണിനെയും തടയാൻ ഇസ്രയേൽ അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നതിൻ്റെ സൂചനയാണ്. ഇതിൽ ഓരോ MQ-9 റീപ്പർ ഡ്രോണിനും $56.5 മില്യൺ വില വരും എന്നും നമ്മൾ മനസ്സിലാക്കണം. കുറച്ചുകൂടി വിശദമാക്കി പറഞ്ഞാൽ, മാർച്ച് 2 കുവൈറ്റിൽ F-15 സ്ട്രൈക്ക് ഈഗിൾ വിഭാഗത്തിൽപ്പെട്ട 3 യുദ്ധവിമാനങ്ങളെയാണ് അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. മാർച്ച് 12 ഇറാഖിന് മുകളിലൂടെ പറക്കുന്നതിനിടെ US-ന്റെ ഒരു KC-135 ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കർ വിമാനം ഇറാഖികൾ വെടിവെച്ചിടുകയും അതിലുണ്ടായിരുന്ന 6 ജീവനക്കാർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതേ സംഭവത്തിൽ തന്നെ മറ്റൊരു KC-135 വിമാനത്തിന് കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ടായത് മാർച്ച് 19 ഒരു USF-35 സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് ഇറാൻ അവരുടെ വ്യോമാതിർത്തിക്ക് മുകളിൽ ഇട്ടതായിട്ട് US-ന്റെ സെൻട്രൽ കമാൻഡ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ ചരിത്രത്തിലാദ്യമായി അമേരിക്കയുടെ ഏറ്റവും ചിലവേറിയ F-35 ലൈറ്റ്നിങ് ഫൈറ്ററിനെ ഒരു രാജ്യം വിജയകരമായി ആക്രമിച്ചതിൻ്റെ ക്രെഡിറ്റാണ് ഇറാൻ കൊണ്ടുപോയിരിക്കുന്നത്. ഇതിനെയൊന്നും ഒരിക്കലും റഡാറിൽ പോലും കണ്ടെത്താൻ കഴിയാത്ത വിമാനങ്ങളാണ്. അതിനെയാണ് ഇറാൻ ആക്രമിച്ച് തകർത്തിട്ടുള്ളത്. ഈ വിമാനത്തിന് $2 ട്രില്യൺ വില വരും എന്നും നമ്മൾ അറിയണം. അതേസമയം ഇറാനിയൻ വ്യോമാതിർത്തിയിൽ മാത്രം ഇസ്രായേലിന് 1 ഡസനിലധികം വില കൂടിയ ഡ്രോണുകൾ നഷ്ടപ്പെട്ടതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. ഇതോടെ US-നും ഇസ്രായേലിനും ആകെ നഷ്ടപ്പെട്ട വിമാനങ്ങളുടെ എണ്ണം 28-ലധികം ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇസ്രായേലിന് വലിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവരുടെ രാജ്യത്തേക്ക് ഒരു കാക്ക പറന്നു പോകാൻ പോലും ബുദ്ധിമുട്ടാണ്. അതെല്ലാം ഇവരുടെ ഈ വ്യോമ പ്രതിരോധ സംവിധാനം വെച്ച് കാക്കയൊക്കെ അടിച്ചിട്ട് കളയും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരുണ്ട്. ഇതിൻ്റെ ഗുണം അറിഞ്ഞത് കഴിഞ്ഞ ജൂണിലാണ്. ഈ കഴിഞ്ഞ 2025 ജൂണിൽ ഇറാൻ ഇസ്രായേലിന് നേരെ നടത്തിയ രൂക്ഷമായ ആക്രമണത്തിന് ശേഷം ഇസ്രായേലിൻ്റെ പേരുകേട്ട അയൺ ഡോമിൻ്റെ പ്രസക്തിയെ ലോകം ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ഇത്തവണത്തെ യുദ്ധത്തോടെ ഈ അയൺ ഡോം, അതുപോലെ അമേരിക്കയുടെ താഡ് തുടങ്ങിയ പ്രതിരോധ സംവിധാനങ്ങൾ ചിത്രത്തിൽ തന്നെ ഇല്ലാതായിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വസ്തുത. ഇവ ഉപയോഗിച്ച് വല്ല ദുർബലമായ മിസൈലുകളെ പ്രതിരോധിക്കാമെന്നല്ലാതെ ഇറാന്റെ ഹൈപ്പർസോണിക് മിസൈലുകളുടെ അടുത്ത് പോലും എത്താൻ കഴിയില്ല എന്നായിരിക്കുകയാണ്. ചുമ്മാ നോക്കി നിൽക്കാം മിസൈൽ വരുമ്പോൾ എന്നല്ലാതെ ഈ മിസൈലുകളെ തൊടാനൊന്നും കഴിയില്ല.
തന്നെയല്ല, ഈ മിസൈലുകൾ ഉപയോഗിച്ചിട്ട് ഈ അയൺ ഡോമിനെയും താഡിനെയൊക്കെ തകർത്ത് കളയുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ യുദ്ധം ഇപ്പോൾ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഒക്കെ ആയുധ വിപണിക്ക് വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത്. ഈ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടിയ ഇന്ത്യ, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കടുത്ത ആശങ്കയിലാണ്. ഇതെല്ലാം കൂടെ വെച്ചിട്ട് വല്ലവരെ അടിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ നിക്കറ് കുറവൊന്നും ഇപ്പം മേടിച്ചു വെച്ച രാജ്യങ്ങളെല്ലാം ഓർക്കുകയാണ്. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന രാജ്യം ഇറാനിൽ നിന്ന് വല്ല ദാനം മേടിച്ചു വെച്ചാൽ അത് ഈ ആയുധങ്ങളെ മറികടക്കും. അതുകൊണ്ട് ഇപ്പോൾ ഇത് മേടിച്ചവരെല്ലാം വേണമെങ്കിൽ കുഴിച്ചു മൂടാം എന്നല്ലാതെ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലയെന്ന് നമുക്ക് മനസ്സിലായിരിക്കുകയാണ്. അതുകൂടാതെ അമേരിക്കയുടെ റഡാർ സംവിധാനം എന്നൊക്കെ പറയുന്നത് നമ്മൾ വളരെ ആരാധനയോടൊക്കെ കാണുന്ന സാധനമാണ്. എന്നാൽ ഇറാൻ അമേരിക്കയുടെ ഏറ്റവും വലിയ പേര് കേട്ട വലിയ പടവണ്ടാരം യുദ്ധക്കപ്പലുകൾ വരെ ആക്രമിച്ച് തകർക്കുമ്പോൾ ഈ കപ്പലിലുള്ള അമേരിക്കൻ റഡാർ സംവിധാനം നോക്കുകുത്തിയായി നോക്കി നിൽക്കുന്നതും വാർത്തയായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ മിസൈലൊക്കെ കപ്പലിനെ വന്ന് അടിക്കുന്നത്. തടയാൻ കഴിയാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥവും ശക്തവുമായ ആക്രമണങ്ങൾ ചെറുക്കാൻ അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ ഒരിക്കലും കഴിയില്ല എന്ന് തന്നെയാണ്. ഇവരാണ് ഈ ചൈനയും കൊറിയയും റഷ്യയും ഒക്കെ വെല്ലുവിളിച്ച് നടക്കുന്നതും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ചാടിക്കയറി യുദ്ധത്തിൽ പ്രവേശിക്കുന്നതും. ഇപ്പം കിടന്ന് കൈയും കാലും ഇട്ടടിക്കുകയാണ്. ശരിക്കും അമേരിക്കയ്ക്കും ഇസ്രയേലിനുമൊക്കെ ഒരു ലോക്കൽ കവലച്ചട്ടമ്പിയുടെ നിലവാരമേ ഉള്ളൂ എന്നാണ് പല രാജ്യങ്ങളിലെയും ട്രോളന്മാർ ഇപ്പോൾ ഇവരെ പരിഹസിക്കുന്നത്. കഴിവുള്ളവരും ശക്തരുമായ രാജ്യങ്ങളെ ആക്രമിച്ചാൽ ഇവർക്ക് തിരിച്ചോടേണ്ടി വരികയാണ് എന്നുള്ളതാണ് വാസ്തവം. ഇതിന് ഒരു ഉദാഹരണം കൂടി പറയേണ്ടതുണ്ട്. ഇന്നലെ നെതന്യാഹു UN-ന് ഒരു പരാതി അയച്ചിട്ടുണ്ട്. ഇറാൻ ഞങ്ങളെ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചു ആക്രമിക്കുന്നു എന്നൊരു പരാതിയാണ് അയാൾ UN-ൽ വെച്ചത്. ഇതിപ്പം വളരെ പരിഹാസ്യമായൊരു കാര്യമായിട്ടുണ്ട്. ചുമ്മാ ഇരുന്നിടത്ത് കയറി ചൊറിയാൻ പോയിട്ടല്ലേ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. നെതന്യാഹു ഈ കത്തിലൂടെ പറയുന്നത് ആകാശത്ത് വെച്ച് ഇറാന്റെ ഈ മിസൈലുകൾ വിഭജിക്കപ്പെടുകയും ഡസൻ കണക്കിന് ചെറിയ ബോംബുകൾ വലിയൊരു പ്രദേശത്ത് വിതറുകയും ചെയ്യുന്നു. ഇത് സാധാരണക്കാരുടെ ഇടയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്നു. അതുകൊണ്ട് ഇറാന്റെ ഈ നടപടിക്കെതിരെ UN എന്തെങ്കിലും ചെയ്യണം എന്നാണ് നെതന്യാഹു പറയുന്നത്. ഇതേ നെതന്യാഹു ഗസയിൽ കൊണ്ടുപോയി ബോംബിട്ട് നശിപ്പിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. അന്ന് ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളും പറഞ്ഞിട്ടും നെതന്യാഹു അതൊന്നും കേൾക്കാതെ ഞങ്ങളുടെ സൗകര്യം പോലെ ചെയ്യും, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങളിത് ചെയ്യുന്നത് എന്നൊക്കെയാണ് നെതന്യാഹു വീരവാദം അടിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് അത് തന്നെയാണ് ഇറാൻ പറയുന്നത്. ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ ശത്രുക്കളെ ആക്രമിക്കുന്നു. ഇത് പോയി UN-ൽ പരാതി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇസ്രായേലിന് യാതൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് വാദിച്ച് കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നെതന്യാഹു UN-ന് അയച്ച ഈ പരാതി മാത്രം ഒന്ന് നോക്കിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്നുകൂടി ഇക്കൂട്ടത്തിൽ ഞാൻ ഉപദേശിക്കുകയാണ്. നെതന്യാഹു ഇങ്ങനെ പരാതിയൊക്കെ ആയിട്ട് പോകുമ്പോൾ ഇറാൻ പറയുന്നത് ഞങ്ങൾ ശരിക്കും ഇസ്രായേലിലേക്ക് അയച്ചിട്ടുള്ളത് ക്ലസ്റ്റർ ബോംബുകളല്ല, യഥാർത്ഥ ക്ലസ്റ്റർ ബോംബുകൾ ഇസ്രായേൽ ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ്. അത് ഞങ്ങൾ ഇസ്രായേലിനെ കാണിച്ചു കൊടുക്കാം എന്നും അവർ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതായത് ഇനിയും വലുത് വരാൻ കിടപ്പുണ്ട് എന്നാണ് ഇറാൻ ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തുന്നത്. ശരി തന്നെയാണ്, അവർ ഓരോ ദിവസവും പുതിയ പുതിയ മിസൈലുകളും ബോംബുകളും എല്ലാം ഇസ്രായേലിന് മേൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ലോകം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നതിന് കാരണമുണ്ട്. ഇറാനിലും ഇസ്രായേലും അമേരിക്കയും കൂടി ഒരുപാട് ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. അവർക്ക് ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇറാന്റെ നദാൻസിലെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചതിൻ്റെ പ്രതികാരമായിട്ടാണ് ഇവർ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ മിനിഞ്ഞാന്ന് വെള്ളിയാഴ്ച ഇസ്രായേലിൻ്റെ ആറാത് കൂടാതെ ഡിമോണ ആണവ കേന്ദ്രത്തിലേക്ക് അതിശക്തമായ ആക്രമണമാണ് ഇറാൻ നടത്തിയിട്ടുള്ളത്. ഇക്കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എന്നാൽ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ ആണവ കേന്ദ്രത്തിന് കാര്യമായ പരിക്കൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഈ ആണവ കേന്ദ്രത്തിന് സമീപം താമസിക്കുന്ന അനേകം സയൻറ്റിസ്റ്റുകളും സാങ്കേതിക വിദഗ്ധരും കൊല്ലപ്പെടുകയും അതുപോലെ നാട്ടുകാർക്കും ഈ സാങ്കേതിക വിദഗ്ധർക്കും ഇവർക്കും എല്ലാവർക്കും നല്ല രീതിയിൽ പരിക്കുണ്ട് എന്നുള്ള കാര്യവും പുറത്തായിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ പത്രങ്ങൾ വരെ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ആൾക്കാർക്ക് പരിക്കേൽക്കുകയും കൊല്ലപ്പെടുകയൊക്കെ ചെയ്തത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ നാണക്കേടും വെല്ലുവിളിയുമായിട്ടുണ്ട്. അതിലുപരി ഇസ്രായേലിൻ്റെ ഏറ്റവും വിലപ്പെട്ട സയൻറ്റിസ്റ്റുകളും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരുമൊക്കെ കൊല്ലപ്പെട്ടത് വൻ നഷ്ടമാണ് അവർക്ക് വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇറാൻ്റെ സൈനിക നേതൃത്വം അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തെയൊക്കെ കൊലപ്പെടുത്തുമ്പോൾ അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ വളരെ വിലപ്പെട്ട അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകളെയും അതുപോലെ മറ്റ് പ്രധാന ആൾക്കാരെയൊക്കെ ഇറാനും തിരിച്ചു കൊല്ലുന്നുണ്ട്. ഇതൊന്നും ആരും അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ അപൂർവമായിട്ടാണ് പുറത്ത് വരുന്നത്. രക്ഷയില്ല വരുമ്പോഴാണ് പുറത്ത് വരുന്നത് ഇക്കാര്യങ്ങൾ. ഈ ഡിമോണ ആണവ കേന്ദ്രത്തെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. 1962 ഇസ്രായേലിൻ്റെ ഈ ആണവ കേന്ദ്രം പ്രവർത്തനക്ഷമമായിട്ടുള്ളത്. എന്നാൽ അന്ന് ഇസ്രായേലിന് കാര്യമായ സുരക്ഷയുടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ ആണവ കേന്ദ്രം അത്ര കടുത്ത സുരക്ഷയിലൊന്നും അല്ല ഇവരുണ്ടാക്കിയിട്ടുള്ളത്. ഇന്നത്തെ കാലത്ത് ഉണ്ടാക്കുന്നത് പോലെ അത്രയധികം ഒരു
പ്രതിരോധ സിസ്റ്റമൊന്നും ഇതിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ടില്ല അവർ. അതുപോലെ തന്നെ ഒരുപാട് ആഴത്തിലൊന്നുമല്ല ഈ ആണവ കേന്ദ്രം ഉള്ളതും. അവിടേക്ക് ശരിക്കും ഇറാൻ ഒരു ശക്തമായ ആക്രമണം നടത്തി കഴിഞ്ഞാൽ അത് തകരാവുന്നതേ ഉള്ളൂ. ആ ഭയം കൊണ്ട് ഇനി ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ ഞങ്ങൾ ആക്രമിക്കില്ല എന്ന് നെതന്യാഹുവിന് പറയേണ്ടി വന്നിട്ടുണ്ട്. ഇനി നെതാൻസിലെ ആണവ കേന്ദ്രം തകർക്കില്ല എന്നൊക്കെ ഇസ്രായേലും അമേരിക്കയൊക്കെ പറയുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് കേട്ടോ. അമേരിക്കയുടെ ഏറ്റവും ഭാരം കൂടിയ GB-57 ബങ്കർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ച് വരെ ഇവർ ഈ ആണവ കേന്ദ്രം തകർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്കതിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇനി ഒരു ശ്രമം നടത്തണ്ട. ഇനി ശ്രമിച്ചാൽ തന്നെ, ഇനി അഥവാ വീണ്ടും ശ്രമിച്ചു കഴിഞ്ഞാൽ ഇറാൻ ഇസ്രായേലിലേക്ക് ഒരു ആക്രമണം നടത്തി ഇവരുടെ ആണവ കേന്ദ്രമെല്ലാം പൊട്ടിച്ചു കളഞ്ഞാൽ വലിയ പ്രശ്നമാകും എന്ന് ഓർത്തുകൊണ്ടുകൂടിയാണ് ഇനി ഞങ്ങൾ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളൊന്നും ആക്രമിക്കില്ല എന്ന് പറയുന്നത്. ശരിക്കും അവർക്കത് കഴിയാത്തത് കൊണ്ടാണ്. പിന്നെ അമേരിക്കയും ഇസ്രായേലും ഒക്കെ പറയുന്ന വാക്കുകളൊന്നും ആർക്കും വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല. ഇവന്മാർക്കിപ്പോൾ അവസരമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇനി ആക്രമിക്കില്ല എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു അവസരം അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ വീണ്ടും ഈ ആണവ കേന്ദ്രത്തെ ആക്രമിക്കാൻ വേണ്ടി വരും. അവർക്ക് ഏതെങ്കിലും രീതിയിൽ ഇറാന് മേലൊരു വിജയം ആവശ്യമാണ്. അതുകൊണ്ട് ഇവർ അതിനെ പൂർണ്ണമായും ഉപേക്ഷിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. അവർ വീണ്ടും ഈ ആണവ കേന്ദ്രത്തിന് നേരെ വന്നേക്കാം. പിന്നെ ഇത്രയും പറയുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഇന്നലെ മിഡിൽ ഈസ്റ്റിലെ ചില രാജ്യങ്ങൾ ഉൾപ്പെടെ 20 രാഷ്ട്രങ്ങൾ ഇറാനെതിരെ UN ഒരു പരാതി ഉന്നയിച്ചിരിക്കുകയാണ്. അതായത് ഇറാനെതിരെ UN ഒരു നടപടി എടുക്കണം എന്നാണ് അവരുടെ ആവശ്യം. ഇറാൻ്റെ ശല്യം ഇവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. കാരണം ഭയങ്കര ആക്രമണമാണ് നടത്തുന്നത്. ഇവരെല്ലാം അമേരിക്കയ്ക്കൊപ്പം ഇത്രയും നാൾ നിന്നിരുന്നാണ്. അമേരിക്കയ്ക്ക് കാശ് കൊടുത്ത് സംരക്ഷണ പണമെന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ അമേരിക്കയെ വലിയ ആളായിട്ട് കൊണ്ടു നടന്നതാണ്. ഇപ്പം അമേരിക്കയും ഇസ്രായേലൊന്നും വിചാരിച്ചിട്ട് ഇറാനെ തടയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ UN ചെന്നിരിക്കുകയാണ്. എന്നാൽ UN ഇക്കാര്യത്തിൽ നിസ്സഹായരാണ് എന്നുള്ളതാണ് വാസ്തവം. UN സംബന്ധിച്ച് ഇറാനെതിരായിട്ട് ഇനി എടുക്കാൻ ഉപരോധങ്ങളൊന്നുമില്ല. എല്ലാവിധത്തിലും അവരെ ഒറ്റപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും ഇറാനുമായിട്ട് ഒരു രാജ്യങ്ങളും സഹകരിക്കരുത് എന്നൊക്കെ UN വലിയ തിട്ടൂരൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പം ഇനി ഈ കുറേ രാജ്യങ്ങൾ പോയിട്ട് UN പരാതി പറഞ്ഞാൽ എന്ത് പ്രയോജനം? ഇറാനെതിരായിട്ട് ഇനി എന്താണ് അവർ ചെയ്യാൻ പോകുന്നത് UN? തന്നെയുമല്ല, ഇറാനെതിരായിട്ട് ഈ UN രാജ്യങ്ങളെല്ലാം കൂടെ ഒത്തുകൂടി ഒരു ആക്രമണം നടത്താം എന്ന് പറഞ്ഞൊരു പ്രമേയം പാസ്സായി കഴിയുമ്പോൾ അവിടെ വീറ്റോ പോലുള്ള റഷ്യയും ചൈനയും ഒക്കെ ഉണ്ട്. അവരിതിനെ വീറ്റോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പാളീസായി പോകും. അങ്ങനെയായിരുന്നല്ലോ ഗസയ്ക്കെതിരായിട്ട് ആക്രമണത്തിൽ അമേരിക്ക വീറ്റോ ചെയ്ത് പിന്തിരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒന്നും ചെയ്യാൻ കഴിയില്ല. അന്ന് ഗസയിലുണ്ടായ അതേ അവസ്ഥയാണ് ഇപ്പോൾ വീണ്ടും UN ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് ആർക്കും UN കെയർ ഓഫിൽ പോയി അമേരിക്കയായിട്ട് കൂടി ഇറാനെ ആക്രമിക്കാൻ കഴിയില്ല. ഇനി അഥവാ ഏതെങ്കിലും രാജ്യത്തിന് അമേരിക്കയോട് സ്നേഹം തോന്നി അല്ലെങ്കിൽ അമേരിക്കയുടെ കുറച്ച് കാശ് മേടിച്ചുകൊണ്ട് ഇറാനുമായിട്ട് യുദ്ധം ചെയ്യാമെന്ന് കരുതി ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളെ ഇറാൻ നോട്ടമിടുകയും അവർക്ക് മേൽ ഇറാൻ്റെ ആക്രമണം ഉണ്ടാവുകയും ചെയ്യും, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾക്ക്. അതുകൊണ്ടാണ് എല്ലാവരും മാറി നിൽക്കുന്നത്. അതല്ലാതെ ഇറാനെ നന്നാക്കാനോ ഇറാനോടുള്ള സ്നേഹം മൂത്തിട്ടൊന്നുമല്ല അമേരിക്കയോടൊപ്പം ആരും കൂടാതെ മാറി നിൽക്കുന്നത്. ഭയം കൊണ്ട് തന്നെയാണ്. അതിലുപരി റഷ്യയെ സംബന്ധിച്ച് അവർക്ക് യുദ്ധം നിർത്തുന്നതിൽ യാതൊരു താല്പര്യവുമില്ല എന്നുള്ളതാണ്. കാരണം റഷ്യൻ എണ്ണയുടെ ചാകര കാലമാണിത്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ റിഫൈനറികളെ ഇറാൻ ഇങ്ങനെ ആക്രമിക്കുന്നത് കൊണ്ട് അവർക്ക് എണ്ണ കയറ്റുമതിയൊന്നും ഇപ്പോൾ നടക്കുന്നില്ല. എല്ലാ റിഫൈനറികളും അടച്ചുപൂട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് റഷ്യൻ എണ്ണയ്ക്ക് ഇപ്പോൾ ഭയങ്കര ഡിമാൻഡാണ്. അതവരിപ്പോൾ ശരിക്കും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. തന്നെയുമല്ല നല്ല വിലയ്ക്കാണ് വിൽക്കുന്നത്. ഈ റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ കപ്പലിന് ഹോർമുസ് കടലിലൂടെ കടന്നു പോകാൻ യാതൊരുവിധ തടസ്സവും ഇല്ലാത്തത് കൊണ്ട് ഈ കപ്പലുമായിട്ട് എവിടെ വേണേലും എണ്ണ കൊണ്ട് വിൽക്കാൻ കഴിയും. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അമേരിക്ക റഷ്യയുടെ എണ്ണ ഉപരോധമൊക്കെ എടുത്തു കളഞ്ഞത്. ഇറാൻ്റെയും എണ്ണക്കപ്പലുകളുടെ ഉപരോധം എടുത്തു കളഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഞങ്ങൾക്ക് കൊണ്ട് എണ്ണ കൊണ്ട് തരൂ, ഞങ്ങളുടെ കപ്പലൊക്കെ ആയാലും നിങ്ങൾ കടത്തി വിടുകയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് എണ്ണ കൊണ്ട് തരൂ, ഉപരോധമെല്ലാം എടുത്ത് കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരതിനെ പരിഗണന കൊടുത്തിരിക്കുകയാണ്. ഇതിലൂടെ റഷ്യക്ക് കിട്ടിയ ഗുണം എന്താ വെച്ചാൽ ഇത്രയും നാളും റഷ്യയുടെ എണ്ണ ആരും വാങ്ങരുത് എന്നൊക്കെ പറഞ്ഞ് അമേരിക്ക തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. ആ അവസ്ഥയൊക്കെ ഇപ്പോൾ മാറി. റഷ്യക്ക് ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും എണ്ണ വിൽക്കാൻ കഴിയും. അതും നല്ല വിലയ്ക്ക് വിൽക്കാൻ പറ്റുന്നത് കൊണ്ട് ഇവർക്ക് ഈ പഴയ നഷ്ടമെല്ലാം മാറും എന്നുള്ളതാണ്. അങ്ങനെ ടോട്ടലി ഇപ്പോൾ യുദ്ധം ഒരു രസകരമായ അവസ്ഥയിലൂടെ മുന്നോട്ട് പോവുകയാണ്. അതിലും വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.